ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് കിടക്കാൻ നേരത്താണ് കേട്ടോ ഇതിൻ്റെ ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ പോയി രാവിലെ മുതലുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് കണ്ടിട്ട് കേട്ടോ. അപ്പം രാവിലെ ഇതെന്ന് വെച്ചാൽ 8-ാം തീയതി രാവിലെയാണ് കേട്ടോ, ശനിയാഴ്ച രാവിലെയാണ്. രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട്. ഞാനൊരു 4:45 ആയപ്പോൾ എണീറ്റായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഉത്സവത്തിൻ്റെ കൊടിയേറ്റാണ് ഇന്ന്. അപ്പോൾ കൊടി കൊടുക്കുന്നത് വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4:45 ആയപ്പോൾ എണീറ്റ് കുളിച്ച് റെഡി ആയപ്പോഴത്തേക്ക് ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളുടെ എണീറ്റ് വന്ന്. അവളും കുളി കഴിഞ്ഞായിരിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞതേ ഉള്ളൂ. അവൾ കുളി കഴിഞ്ഞിട്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്. പെട്ടെന്ന് വെച്ച് വരുന്നേ ഉള്ളൂ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റെഡിയാകാൻ പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ശാന്തി വന്നായിരുന്നു. ശാന്തി വന്നു. അതായതിപ്പം 6 മണിക്ക് 7 മണിക്ക്, അതായത് 6:30ക്കും 7 മണിക്കും ഇടയിലാണ് കൊടി ഉയർത്തേണ്ടത്. അപ്പോഴത്തേക്ക് ശാന്തി വന്നിട്ട് പെട്ടെന്ന് കുറച്ച് പൂജയുണ്ട്. അപ്പം പെട്ടെന്ന് തീർക്കണം, കാരണം 6:35 കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേ അന്നേരം വേഗം പൂജ കഴിഞ്ഞ ഉടനെ കൊടി കൊണ്ടുപോകണം. 7 മണിക്കുള്ളിൽ കൊടി ഉയർത്തണമെന്ന്. അപ്പം അവിടെ ചെന്നിട്ട് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ അവിടെ കൊണ്ടുവരും. 6:45 ആകുമ്പോഴത്തെങ്കിലും അമ്പലത്തിൽ കൊടി കൊണ്ട് ചെല്ലണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വേഗം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഈ പ്രാവശ്യം കൊടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 3 വർഷമായിട്ട് അടുപ്പിച്ച് അമ്പലത്തിലേക്ക് കൊടി സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് 2023 ചിറ്റയുടെ പേരിലായിരുന്നു കൊടുത്തിരുന്നത്. രണ്ടാമത് കുഞ്ഞുമണിയുടെ പേരിൽ കൊടുത്ത്, ഇപ്പം മൂന്നാമത് ചിറ്റയുടെ മദറിലയുടെ പേരിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചിറ്റ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ താലത്തിനുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു വെച്ചു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ വേണ്ട. അപ്പം ചേട്ടൻ കുഞ്ഞിനെ നോക്കുമായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞ് ചേട്ടന് പടക്കം പൊട്ടിക്കാൻ നിൽക്കണം, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല, നീ ബാക്കി എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറച്ച് നേരം പൂജ കഴിഞ്ഞ ഉടനെ വെളിയിൽ കൊടി ഇറക്കുമ്പോൾ, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് തീ കൊടുക്കണമല്ല, വേറെ ആരുമില്ലല്ലോ, എല്ലാം പെണ്ണുങ്ങളാണ് വീട്ടിലുള്ളത്. ആണുങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പം നമ്മൾ വീട്ടിലുള്ളവർ തന്നെ ചെയ്യണമല്ലോ. അപ്പോഴത്തേക്കും കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ താലം എടുക്കാനായിട്ട് അമ്പലത്തിൽ. അപ്പം അവരെല്ലാം അവിടെ നിന്നത്, അവരെല്ലാം പറഞ്ഞിട്ടാണ് റെഡ് ബ്ലൗസ് ഇട്ടേക്കുന്നത് കേട്ടോ. അല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് അറിയാതിട്ടൊന്നും അല്ല, അത് അറിഞ്ഞിട്ട് തന്നെ അവർ പറഞ്ഞിട്ടാണ് റെഡ് കളർ ബ്ലൗസ് ഇട്ടത്. ഞങ്ങൾ 4 പേര്, അതായത് ഞാൻ, ചിറ്റ, കുഞ്ഞാവ, പിന്നെ അമ്മ, ഇത് 3 പേര് ഒരേ ഡിസൈൻ ബ്ലൗസാണ് കേട്ടോ. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്, തുണി വാങ്ങിച്ചിട്ട് ഞങ്ങൾ തയ്ച്ചാണ് കേട്ടോ. ഞാൻ തയ്യൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തയ്ച്ച് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ച തുണിയായിരുന്നു. അപ്പം നമുക്കിപ്പം എല്ലാവർക്കും ഒരേപോലെ തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു, ബ്ലൗസ് തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് ചിറ്റപ്പൻ്റെ കയ്യിൽ കൊടി കൊടുത്ത്, ചിറ്റപ്പൻ്റെ അമ്മയുടെ പേരിൽ കൊടി കൊടുക്കുന്നതുകൊണ്ടാണ് ചിറ്റപ്പൻ താലം മേടിച്ചത്. ചിറ്റയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ നോക്കി, നടന്നില്ല. അപ്പോൾ അങ്ങനെ ചിറ്റപ്പൻ തന്നെ എടുക്കേണ്ടി വന്നു. ആ സമയം കൊണ്ട് ഇറങ്ങാറായപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ പോയിട്ട് പടക്കത്തിന് തീ കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് പടക്കം പൊട്ടുന്ന കാണുമ്പോഴും ചങ്കിനകത്തൊരു ഇടിയാണ്, പൊട്ടാന്ന് ഇടിക്കും. പടക്കം പേടിയുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, സത്യമായിട്ടും ഭയങ്കര പേടി. അപ്പോഴത്തേക്ക് ഇത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഞാൻ താലം എടുത്തില്ല. ഞാൻ താലം എടുക്കാൻ തിരിഞ്ഞ് കയറിയപ്പോഴത്തേക്കും നല്ല വാണം പോകുന്ന സ്പീഡിലാണ് ഇവർ പോയത് മുന്നേക്ക്. ഞാൻ പിന്നെ പുറകെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പറയുന്നു. ചേട്ടൻ്റെ ഫോൺ കൊടുത്തു വിട്ട് വീഡിയോ ഞാനങ്ങ് ലേറ്റാണ്, പുറകെ നിന്നിട്ട് താലം എടുക്കാൻ കയറിയില്ല. അപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ്റെ ഫോൺ കൊടുത്തു വിട്ട് പോകുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പുറകെ ഞാൻ പയ്യനെ ഓടി വരും കേട്ടോ. ഓടി വന്ന് ഇതിനോടൊപ്പം ജോയിൻ ചെയ്യും. എൻ്റെ കൂടി വന്ന് ഇത് അമ്മയുടെ സുധാമ്മയുടെ സെറ്റും മുണ്ട് കേട്ടോ. എൻ്റെ സെറ്റും മുണ്ടും പുതിയതുണ്ട്. പിന്നെ അതിൻ്റെ അരികൊക്കെ അടിച്ചെടുക്കണം. ഇതാകുമ്പോൾ പിന്നെ ഇത് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ, ഇനി ഇട്ടച്ച് കഴുകി പിറക്കി അമ്മടെ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ മടി കുറച്ചുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം കുഞ്ഞുമണിയാണെങ്കിൽ കരയുമായിരുന്നു കൂടെ വന്നപ്പോൾ. എന്താ പറയുക, ആ സൈഡിലേക്കാണ് അംഗനവാടി പോകുന്നത്. അംഗനവാടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കരയുന്നത്. കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങി. ഞാൻ പിടിച്ചോണ്ട് കയ്യെ പിടിച്ചു, നമുക്ക് പോകാം, അവിടെ പോകാം, തമ്പോ പാത്തിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ ആ അംഗനവാടിയുടെ സ്ഥലം, അതാ വഴി കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ കരച്ചിൽ നിർത്തിയത്. അതുവരെ കരയുമായിരുന്നു. നമ്മളിപ്പോൾ സമാധാനിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു. അത് പിന്നെ ഞാൻ നേരത്തേക്ക് അവളെ എടുത്തോട്ട് വരുമായിരുന്നു. ഇപ്പോൾ പിന്നെ നടക്കാനെ കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഞാൻ നടത്തി കൊണ്ടുവന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓർത്തത് അമ്പലത്തിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ചിറ്റപ്പൻ ഷർട്ട് ഊരണം. അത് ചിറ്റപ്പനും ഓർത്തില്ല. കാരണം ചിറ്റപ്പൻ ഷർട്ട് വിട്ട് ഇന്നർ ബനിയനും ഇട്ടിട്ടുണ്ട്. 2 ഊരാനെ കൊണ്ട് ലേറ്റായി അവിടെ നിന്ന്.
പിന്നെ മാമൻ സഹായിച്ചു കൊടുത്ത് മാമൻ കൊടി മേടിച്ച് പിടിച്ച് എന്നിട്ട് പെട്ടെന്ന് ചിറ്റപ്പൻ ഊരിയിട്ട് കൂടെ വന്നു. കാരണം താലത്തിൻ്റെ കൂടെ പോകണം കൊടി. പിന്നെ ഇനി അമ്പലത്തിൽ കുറച്ച് പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ കൊടി ഉയർത്തുകൊള്ളാം. ചെറിയൊരു പൂജയുണ്ട്. അപ്പോൾ ഇത് ഈ ആലിലാണ്, ചെറിയൊരു ആലിലാണ് നമ്മൾ കൊടി കയറ്റുന്നത്. അതായത് നമുക്ക് കൊടിമരമൊന്നുമില്ല. ഇതാണ് കൊടിമരമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ആൽമരമാണ്. അത് വെട്ടി ഇങ്ങനെ മേളിലേക്ക് നിർത്തിയേക്കുന്നത്. ഇതിലാണ് എല്ലാ കൊല്ലവും നമ്മൾ കൊടി ഉയർത്തുന്നത്. ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ, ചെറിയൊരു അമ്പലം. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ നടത്തുന്നതാണിത്. അപ്പം പിന്നെ പൂജക്കുള്ള പൂവൊക്കെയാണ്, പൂമോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൂവൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. 2 സൈഡിലായിട്ട് പൂവ്. അപ്പുറത്തെ സൈഡിൽ ഹോമം നടക്കുന്നതാണ്, ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സൈഡാണ് അപ്പുറം വശം. അപ്പം അങ്ങനെയൊക്കെ കൊടി കൊണ്ടുവന്ന് കൊടുത്ത് പൂജയെല്ലാം കഴിഞ്ഞ് താലം എപ്പോഴും കൊടിയുടെ പോകുമ്പോൾ ഒപ്പം താലം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ കൊടിയുടെ ഒപ്പം പിന്നെയും താലവും കൊണ്ടുവന്ന്. കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ. ഒന്നാമതേ ഹോമകുണ്ടത്തിൽ നല്ലോണം തീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സൈഡിലങ്ങ് നിൽക്കാൻ പറ്റില്ല. അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു സമയം 7 മണി ആകുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് എനിക്ക് നല്ല ചൂടെടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ കാറ്റില്ലാതെ ഭയങ്കരമായിട്ട് ഹീറ്റായിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ചൂടായിരുന്നു. എല്ലായിടത്തും മഴ പെയ്യുന്നത്, ട്രിവാൻഡ്രത്തും പത്തനംതിട്ടയിലൊക്കെ മഴ പെയ്യുന്നു. നമ്മുടെ ഈ എറണാകുളത്ത് വൈപ്പിൻ ഭാഗത്തോട്ടൊക്കെ പിന്നെ മഴ വളരെ കുറവാണെന്ന് തോന്നുന്നു. മഴ പെയ്തിട്ടേ ഇല്ല. എന്തൊരു ചൂടാണ്, ഇരിക്കാൻ പറ്റില്ല വീട്ടിൽ. പിന്നെ ചൂട് കൂടുമ്പോൾ ഞാൻ മുറിയിലേക്ക് പോകും, എന്നിട്ട് കുറച്ച് നേരം AC ഇട്ടിരിക്കും. അതുപോലെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാതെ. എനിക്ക് തമിഴ്നാട്ടിൽ ചെന്നൊരു ഫീലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ, നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന സമയത്ത്. ശരിക്കും ഞങ്ങൾ മാമിയുടെ അടുത്തൊക്കെ പോയി നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ തുണി നനച്ച് ദേഹത്തിട്ടാണ് കിടക്കുന്നത്. അതുപോലെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് കാറ്റാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഫാൻ ഇട്ടുകൊണ്ട് ചൂട് കാറ്റാണ് വരുന്നത്. കുറേ നേരം കഴിഞ്ഞു പിന്നെ കുറച്ച് വീഡിയോ വരെയും ചേട്ടൻ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ എഴുതി. കാരണം കുറേ നേരം ചിറ്റ നിന്നപ്പോഴത്തേക്ക് ചിറ്റയ്ക്ക് കുറച്ച് വയ്യാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിറ്റനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എൻ്റെ തന്നായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ മേടിച്ചിട്ട് കുഞ്ഞുമണി താഴെ നിൽപ്പുണ്ടായിരുന്നു. അവളെയും പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് നിന്ന്. എല്ലാവരും കൊടി ഉയർത്തുന്നത് കാണുമ്പോഴത്തേക്കും നല്ല പ്രാർത്ഥനയാണ്. ഞാനാണെങ്കിൽ കൊടി ഉയർത്തുന്നത് നോക്കിയിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ വിഷൊക്കെ പറയുമല്ലോ. വിഷ് പറയുന്നത് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊടി ഉയർത്തുന്ന സമയത്ത് പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ കൊടി ഉയർത്തുന്നത് നോക്കി അങ്ങനെ നിന്ന് എല്ലാവരും നന്നോണം പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടി ഉയർത്തി മേളിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴോർത്ത് അയ്യോ ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആളുടെ അടുത്ത് ഒക്കെ നല്ല രീതിക്ക് നടത്തി തന്നാൽ നല്ലത്. പിന്നെ ചെയ്തു തന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് ഈ വർഷത്തെ കൊടി ഉയർത്തൽ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ഇനി ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കൊടി ഉയർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ വീട്ടിലോട്ട് പോകണം. കാരണം പിന്നെ പൂജയൊക്കെ ഗണപതി ഹോമം നടക്കും. അപ്പോൾ ആ പൂജയിലൊന്നും ഞാൻ ഗണപതി ഹോമം അല്ലായിരുന്നു. ഫസ്റ്റ് ഗണപതി ഹോമം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നവഗ്രഹ പൂജയായിരുന്നു ഇത് കഴിയുമ്പോൾ. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ നിന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൊടി ഉയർത്തി കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കൊടി ഉയർത്തി കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലോട്ട് കയറി ഒന്ന് തൊഴുതിട്ട് ഞങ്ങളപ്പം തന്നെ ഇറങ്ങി. വെളിയിലിറങ്ങി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് വീഡിയോയ്ക്ക് നിർത്തി കേട്ടോ. പറ്റിച്ച്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അന്നദാനത്തിന് വന്നു. ഞാൻ കുറച്ച് നേരം കയറി കിടന്നു. എനിക്കങ്ങ് ഭയങ്കര ചൂടെടുത്ത് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ അതിനേക്കാൾ വലിയ ടാർപ്പ് കെട്ടിയേക്കുന്നതുകൊണ്ടേ അതിന് ഭയങ്കര ചൂടാണ്. പിന്നെ അമ്മ അന്നുണ്ട് നാരായണീയത്തിനുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം ഈ നാരായണീയം ഒന്ന് കേൾക്കുന്നത്. നമ്മൾ ഭജനയെന്നൊക്കെ പറയാമെന്നല്ലോ, അതുപോലെ നാരായണി. അപ്പോൾ അങ്ങനത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് ഇൻട്രോയും ലാസ്റ്റും ഞാൻ രാത്രിയിലാണ് എടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ ബൈ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കുള്ളൂ ബൈ ഒക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അവളും പറയും ലൈക്ക് ചെയ്യണം കണ്ടോ, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ഉമ്മ.